ഹായ് ഓൾ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻസിന് ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്ററാണ് റോൾ ഓഫ് ഹോസ്പിറ്റൽസ് ഇൻ ഹെൽത്ത് കെയർ സർവീസസ്. ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഹെൽത്ത് എന്താണെന്ന് പറയാം. വാട്ട് ഈസ് ഹെൽത്ത്? ഒരാൾ ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയണമെങ്കിൽ അയാൾ ഫിസിക്കലി, മെന്റലി, സോഷ്യലി, അതേപോലെ സ്പിരിച്വലി ഫിറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും അയാൾ ഓക്കെ ആയിരിക്കണം. ഹെൽത്ത് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി വെൽ ബീയിങ് ഓഫ് എ പേഴ്സൺ ദാറ്റ് ഈസ് ഫിസിക്കലി, മെന്റലി, സോഷ്യലി ആൻഡ് സ്പിരിച്വലി. സോ പോപ്പുലേഷന് ഈ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് ഹോസ്പിറ്റലാണ്. നെക്സ്റ്റ്, സിഗ്നിഫിക്കൻസ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസിന്റെ പ്രാധാന്യം എന്താണ്, ഇമ്പോർട്ടൻസ്, അതാണ് അടുത്ത പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഹോസ്പിറ്റൽ എന്തിനു വേണ്ടിയിട്ടാണ്? ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ട്രീറ്റ്മെന്റ് ആവശ്യങ്ങൾക്കാണ്. സോ ഹോസ്പിറ്റൽസ് ആർ ഇമ്പോർട്ടൻറ്റ് ടു ട്രീറ്റ് മൈനർ ആൻഡ് മേജർ ഡിസീസ്. എല്ലാ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിൽ ലഭ്യമായിരിക്കും. അതിപ്പോൾ ഇന്ന അസുഖം എന്നൊന്നുമില്ല. ഇപ്പോൾ ഒരു ബോഡി ഫങ്ഷൻ ഡിസോർഡർ ആണെങ്കിലും അതിൻ്റെ സിവിയോരിറ്റി പല വിധത്തിലുണ്ടാവും. അതിനൊക്കെയും ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിരിക്കും. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് എന്താണ്? ഹോസ്പിറ്റൽ എൻഹാൻസ് ഹെൽത്ത്. ഹോസ്പിറ്റൽ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും ആരോഗ്യം വർദ്ധിപ്പിക്കുക? ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടുന്നുണ്ട്. എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ്? ഒരു അസുഖം എങ്ങനെ അത് പ്രിവെന്റ് ചെയ്യാം, അതേപോലെ എങ്ങനെ അത് നമുക്ക് ഭേദമാക്കാം, പ്രിവെൻറ്റീവ് ആൻഡ് ക്യൂറേറ്റീവ് സർവീസസ്. ഈ രണ്ട് കാര്യങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമാണ്. ഹോസ്പിറ്റലിൽ നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചാർട്ടൊക്കെ അവിടെ ഒട്ടിച്ചത് കാണാൻ പറ്റും. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടുന്നുണ്ട്. ഇതൊക്കെയും എന്താണ്? ഹോസ്പിറ്റൽസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അസുഖം എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, എങ്ങനെ അസുഖം വന്നാൽ നമുക്ക് അത് ഭേദമാക്കാം, ഈ കാര്യങ്ങളൊക്കെയും നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമാണ്. അടുത്ത ഇമ്പോർട്ടൻസ് ആണ് ഹോസ്പിറ്റൽ പ്രൊവൈഡ് സേഫ് എൻവയൺമെന്റ് ഫോർ പീപ്പിൾ ഹു ആർ നോട്ട് സേഫ് ഇൻ ദെയർ ഹൗസ് ഹോൾഡ് ഓർ സൊസൈറ്റി. അതായത് വീട്ടിലും സമൂഹത്തിലും സുരക്ഷിതരല്ലാത്ത ആൾക്കാരുണ്ടാവും. അവർക്ക് ഹോസ്പിറ്റൽ ഒരു സേഫ് എൻവയൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പം സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ ആൾക്കാർ, ഒറ്റപ്പെട്ടു എന്ന് വെച്ചാൽ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഒറ്റപ്പെട്ടത്, അതായത് എന്തെങ്കിലും ഇൻഫെക്ഷ്യസ് ഡിസീസ് കാരണം ഇപ്പോൾ പകരുന്ന അസുഖം ഉണ്ടാകുമ്പോൾ അവരെ സമൂഹത്തിൽ അടുപ്പിക്കില്ല. ബസ്സിലും അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടിലും ഒന്നും അവർക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ പബ്ലിക്കിൽ അങ്ങനെ ഒറ്റപ്പെട്ടു പോയ ആൾക്കാർ, അവർക്ക് ഹോസ്പിറ്റൽ ഒരു സേഫ് എൻവയൺമെന്റ് ആയിരിക്കും. അവിടെ അവർ സേഫ് ആയിരിക്കും. അവിടെ അങ്ങനത്തെ ഇൻഫെക്ഷൻ കാരണമുള്ള പബ്ലിക്കിന്ന് അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഹോസ്പിറ്റൽ ഉണ്ടാവില്ല. സോ ഹോസ്പിറ്റൽ പ്രൊവൈഡ് സേഫ് എൻവയൺമെന്റ് ഫോർ പീപ്പിൾ ഹു ആർ നോട്ട് സേഫ് ഇൻ ദെയർ ഹൗസ് ഹോൾഡ് ഓർ സൊസൈറ്റി. നെക്സ്റ്റ്, ഹോസ്പിറ്റൽസ് ആർ ആക്സസിബിൾ ടു എനിവൺ അറ്റ് എനി ടൈം വിത്ത് എനി ഹെൽത്ത് ഇഷ്യൂ. ആർക്കും എന്ത് അസുഖമാണെങ്കിലും ഹോസ്പിറ്റലിൽ പോകാം. അതിന് ഇന്ന സമയം എന്നൊന്നുമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും ഹോസ്പിറ്റൽ അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ ഇത് 24 hours ഹോസ്പിറ്റൽ ആണെങ്കിൽ, സാധാരണ ക്ലിനിക്കിൻ്റെ കാര്യമല്ല പറയുന്നത്, ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ഏത് പേഷ്യൻറ്റിനും എപ്പോൾ വേണമെങ്കിലും പോകാം. അടുത്തത് എന്തായിരിക്കും? ഹോസ്പിറ്റൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട് ഹോസ്പിറ്റലിൽ. അപ്പം ഹോസ്പിറ്റൽ ക്രിയേറ്റ്സ് ജോബ് ഫോർ മെഡിക്കൽ പ്രൊഫഷണൽസ്. ഇപ്പം ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നേഴ്സ് ആയിക്കോട്ടെ, മറ്റ് ഹെൽത്ത് പ്രൊഫഷണൽ, ഇപ്പോൾ ലാബ് ടെക്നീഷ്യൻ, റേഡിയോളജിസ്റ്റ്, അങ്ങനെയുള്ള ഒരുപാട് പ്രൊഫഷൻ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഒരുപാട് ജോലി സാധ്യതകൾ ഹോസ്പിറ്റലുണ്ട്. സോ മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ് ഹോസ്പിറ്റൽ ക്രിയേറ്റ്സ് ജോബ് ഫോർ ഓൾ ഹെൽത്ത് പ്രൊഫഷണൽസ്. നെക്സ്റ്റ്, ഹോസ്പിറ്റൽ എൻവയൺമെൻറ്റ് എക്സ്പാൻഡ്സ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് നോളജ്. ഒരുപാട് അറിവ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് റിസർച്ചും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ നിപ്പ വൈറസ്, അത് ഹോസ്പിറ്റലിലാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്തത് അല്ലേ? അപ്പോൾ അങ്ങനെ ഈ അസുഖത്തിനെ പറ്റി അറിഞ്ഞ് ഇത് ഏത് വൈറസാണ്, ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ് എന്നുള്ള പല പല റിസർച്ചും, ഒരു പുതിയ അസുഖത്തിനെ പറ്റിയിട്ട്, പുതിയ വൈറസിനെ പറ്റിയിട്ട്, ഇങ്ങനെയുള്ള റിസർച്ചസ് ഒക്കെയും ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? റിസർച്ച് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്. ഒരു കമ്മ്യൂണിറ്റിയിലെ ഹെൽത്ത് ഓക്കെ ആണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയാം? അത് മനസ്സിലാക്കാനുള്ള കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഒന്നാമത്തതാണ് ഡെത്ത് റേറ്റ്, അതായത് മരണനിരക്ക്. ഒരു പോപ്പുലേഷനിൽ എത്ര പേർക്കാണ് മരണം സംഭവിക്കുന്നത്, അതായത് ഒരു വർഷം ഇത്ര പേര് മരിച്ചു, അങ്ങനെയാണെങ്കിൽ അതാണ് അവിടുത്തെ ഹെൽത്ത് മനസ്സിലാക്കി തരുന്നത്. അടുത്ത ഒരു ഇൻഡിക്കേറ്ററാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണനിരക്ക്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കൂടുതൽ ഇൻഫൻറ്റ് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അവിടുത്തെ ഹെൽത്ത് കണ്ടീഷൻ വളരെ വീക്കാണെന്നാണ് മീനിങ്. സോ അതൊരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. അടുത്തതാണ് ലൈഫ് എക്സ്പെക്റ്റൻസി.
ഒരു കമ്മ്യൂണിറ്റിയിൽ കൂടുതൽ ആൾക്കാർ കൂടുതൽ കാലം ജീവിക്കുകയാണ്, ആയുസ് കൂടുതലാണെങ്കിൽ ഹെൽത്ത് ഓക്കെ ആണെന്നാണ് അതിൻ്റെ മീനിങ്. സോ ഈ പറഞ്ഞതൊക്കെയും ഡെത്ത് റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, അതേപോലെ ലൈഫ് എക്സ്പെക്റ്റൻസി, ഇതൊക്കെയും എന്താണ്? ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഹെൽത്ത് എന്താണ്, ഒരു ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിൻ്റെ ഹെൽത്ത് എന്താണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. സോ ഈ പറഞ്ഞ 3 ബേസിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇനി ഇതിൻ്റെ പുറമെ വേറെയും കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതായത് ഇൻസിഡൻസ് റേറ്റ് ആൻഡ് പ്രിവലൻസ് റേറ്റ്. ഇപ്പം ഒരു കമ്മ്യൂണിറ്റിയിൽ കുറച്ച് പേർക്ക് ഒരു പ്രത്യേക അസുഖം ഉണ്ടായി, അപ്പോൾ ഒരു ദിവസം എത്ര പുതിയ രോഗികൾ ഉണ്ടായി, അതാണ് ഇൻസിഡൻസ് റേറ്റ്. ഒരു പോപ്പുലേഷനിൽ, ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര പുതിയ രോഗികൾ ഉണ്ടായി, അതിനെയാണ് ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയാം. അതേപോലെ ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര പേർക്ക് രോഗം ബാധിച്ചു, അതിനെയാണ് പ്രിവലൻസ് റേറ്റ് എന്ന് പറയാം. ഇപ്പോൾ കോവിഡ് ടൈമിൽ മുഖ്യമന്ത്രിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു 6 മണിക്ക്. അപ്പോൾ അതിൻ്റെ അകത്ത് മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഇന്ന ദിവസം ഇത്ര കോവിഡ് പേഷ്യൻസ് ഉണ്ടായിട്ടുണ്ട്. അതാണ് എന്ത്? ഇൻസിഡൻസ് റേറ്റ്. ഒരു ദിവസം, അതായത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ പുതുതായി ഉണ്ടായ രോഗികൾ എത്ര, അത് ഇൻസിഡൻസ് റേറ്റ്. അതേപോലെ ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര പേർക്ക് രോഗം ബാധിച്ചു, അതാണ് പ്രിവലൻസ് റേറ്റ്. ഈ ഒരു കണക്കൊക്കെ വെച്ചിട്ടാണ് ഒരു കമ്മ്യൂണിറ്റിയിൽ എന്താണ് അവിടുത്തെ ഹെൽത്ത് ഓക്കെ ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്ത ഒരു ഇൻഡിക്കേറ്റർ ആണ് ഡിസബിലിറ്റി റേറ്റ്. ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലെ ഹെൽത്ത് വീക്ക് ആണെന്നാണ് മീനിങ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടെക്നോളജീസ് ഒക്കെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയി, അപ്പോൾ കൂടുതലും ഡിസബിലിറ്റീസ് നമുക്ക് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഡിസബിലിറ്റി റേറ്റും ഒരു ഇൻഡിക്കേറ്റർ ആണ്. അതേപോലെ മറ്റൊരു ഇൻഡിക്കേറ്ററാണ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്. ന്യൂട്രീഷണലി ഒക്കെ വീക്ക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവിടുത്തെ ഹെൽത്തും വീക്ക് ആണെന്നാണ് മീനിങ്. അപ്പോൾ ഇത്രയുമാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്. നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൻ്റെ ഫങ്ഷനിൽ ഒന്നാമത്തതാണ് പേഷ്യൻ്റ് കെയർ. പേഷ്യൻ്റ് കെയർ എങ്ങനെയായിരിക്കണം? പേഷ്യൻറ്റിനെ ഹാപ്പി ആയിട്ടും കംഫർട്ടബിളും ആയിട്ടും നമ്മൾ കീപ്പ് ചെയ്യണം. അങ്ങനെ വേണം അവരെ ട്രീറ്റ് ചെയ്യാൻ. അതേപോലെ പേഷ്യൻറ്റിൻ്റെ റെക്കോർഡ്സ് ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ്. കാരണം അവർക്ക് മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ അവർക്ക് മെഡിക്കൽ റെക്കോർഡ് ആവശ്യമാണ്. അപ്പോൾ അവരുടെ റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ പേഷ്യൻറ്റിൻ്റെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ എന്താണ്? സ്റ്റാഫ് ഒന്നും ഒരിക്കലും ജഡ്ജ്മെൻറ്റിലാവാൻ പാടില്ല. അവരെ പറ്റി നമ്മൾ മുൻകൂട്ടി ഒരു അഭിപ്രായങ്ങളൊന്നും നമ്മൾ പറയാൻ പാടില്ല. അതേപോലെ എന്താണ്? പേഷ്യൻസ് എപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് പോയി കഴിഞ്ഞാലും നമ്മുടെ ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായം അവരുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ വേണം നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യാൻ. നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ സർവീസ്. ഇന്ത്യയിൽ ഡോക്ടേഴ്സിൻ്റെ എണ്ണം എല്ലാവർക്കും അറിയാം വളരെ കുറവാണ്, അല്ലേ? ഇപ്പം 10,000 പേഷ്യൻസിന് 7 ഡോക്ടേഴ്സ്, ഈ ഒരു പ്രൊപ്പോർഷനിലാണ് ഇന്ത്യയിൽ ഡോക്ടേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഹോസ്പിറ്റൽസിൽ വെയിറ്റിംഗ് ടൈം കൂടുന്നത്, ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി കുറവ്, ഡോക്ടേഴ്സിൻ്റെ എണ്ണം കുറയുന്നത് കൊണ്ട്. ഇപ്പം ഇന്ത്യയിൽ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് ഒരു 50,000 വേണ്ട സ്ഥലത്ത് നമുക്കുള്ളത് 8,350. അപ്പോൾ എത്ര വലിയൊരു വ്യത്യാസമാണെന്ന് നോക്കണം. 50,000 വേണ്ട സ്ഥലത്താണ് 8,350. അത്രയും ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റാണ് നമുക്ക് ഉള്ളത്. അതേപോലെ ഈ ഒരു കാര്യം ഇങ്ങനെ ഡോക്ടേഴ്സ് ഇല്ലാത്തതിന് കാരണം അർബൺ ഏരിയാസിൽ ഡോക്ടേഴ്സ് ഉണ്ട്, പക്ഷേ റൂറൽ ഏരിയാസിൽ വർക്ക് ചെയ്യാൻ വില്ലിങ് ആവാത്തതാണ് ഇതിന് കാരണം. ഈ ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ എണ്ണം കുറയുന്നതിനുള്ള കാരണം റൂറൽ ഏരിയാസിൽ വർക്ക് ചെയ്യാൻ ഡോക്ടേഴ്സ് താല്പര്യപ്പെടാത്തതാണ്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതലും റൂറൽ ഏരിയാസ് ആണ്, ഗ്രാമപ്രദേശങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സിൻ്റെ എണ്ണം കുറയുന്നത്. പക്ഷെ നമുക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഇപ്പം ഒരു വർഷം തന്നെ 50,000 MBBS പാസ് ഔട്ട് ചെയ്ത് സ്റ്റുഡൻസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം റൂറൽ ഏരിയാസിൽ വർക്ക് ചെയ്യാത്തത് മാത്രമാണ് കാരണം. സോ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഉദാൻ പ്രോഗ്രാം. അതായത് ഫൈനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള റൂറൽ ഏരിയാസിലുള്ള സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് കൊടുക്കുക. അതായത് ഹൈസ്കൂൾ സ്റ്റുഡൻസിനും അതേപോലെ പ്രീ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനൊക്കെ സ്കോളർഷിപ്പ് കൊടുക്കുക. ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ സ്കോളർഷിപ്പ് കൊടുത്തിട്ട് അവർക്ക് MBBS ഡിഗ്രി അച്ചീവ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുക. എന്നിട്ട് ആ കുട്ടികൾ റൂറൽ ഏരിയാസിൽ വർക്ക് ചെയ്യാനുള്ള ഒരു നിബന്ധനയും കൂടി വെക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നത് കൊണ്ട് റൂറൽ ഏരിയാസിലെ പ്രോബ്ലം ഒരുവിധം സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഫംഗ്ഷനാണ് റിസർച്ച്.
ഇപ്പം ഹോസ്പിറ്റലിൽ ഒരുപാട് റിസർച്ചസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു രോഗം എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്, പുതിയൊരു അസുഖം ഉണ്ടായാൽ എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ആവുന്നത്, അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്, ഇതൊക്കെ റിസർച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹെൽത്ത് സർവീസ് ഓർഗനൈസേഷൻ. സോ ഹെൽത്ത് സർവീസ് 4 ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തതാണ് നാഷണൽ ലെവൽ. ഈ നാഷണൽ ലെവൽ ഹെഡ് ചെയ്യുന്നത് ഹെൽത്ത് മിനിസ്റ്ററാണ്. നാഷണൽ ലെവൽ ഹെൽത്ത് മിനിസ്റ്ററാണ്. അതേപോലെ സെക്കൻഡ് ലെവലായിട്ടുള്ള സ്റ്റേറ്റ് ലെവൽ ഹെഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് മിനിസ്റ്ററാണ്. ഇനി തേർഡ് ലെവൽ എന്താണ്? ഡിസ്ട്രിക്ട് ലെവലാണ്. അതിനെ ജില്ലാ പരിഷത്ത് അല്ലെങ്കിൽ ജില്ലാ പരിഷത്ത് എന്നും പറയും. ഇതിൻ്റെ അകത്ത് കുറേ മെമ്പേഴ്സ് ഉണ്ട്. പഞ്ചായത്ത് സമിതിൻ്റെ ഹെഡ് ഉണ്ടാവും, അതേപോലെ MPs ഉണ്ടാവും, MLAs ഉണ്ടാവും, അതേപോലെ SC/ST റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും, കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും, പിന്നെ കളക്ടർ ഉണ്ടാവും, നോൺ വോട്ടിംഗ് മെമ്പറായിട്ടായിരിക്കും കളക്ടർ ഉണ്ടാവുക. ഇവരൊക്കെ ചേർന്നതാണ് ഡിസ്ട്രിക്ട് ലെവൽ ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ മെമ്പേഴ്സ് ഒക്കെയാണ് ഹെൽത്തിൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അടുത്ത ലെവലാണ് റൂറൽ ലെവൽ അല്ലെങ്കിൽ ലോക്കൽ ലെവൽ എന്ന് പറയും. അപ്പോൾ ഈ റൂറൽ ഹെൽത്ത് സർവീസ് കൊണ്ടുവന്നത് 1977 ഇന്ത്യയിൽ. അപ്പോൾ 1975 ശ്രീവാസ്തവ് കമ്മിറ്റിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഈ റൂറൽ ഹെൽത്ത് സർവീസ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അപ്പോൾ ഈ ഒരു സർവീസിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്ലേസിംഗ് പീപ്പിൾസ് ഹെൽത്ത് ഇൻ പീപ്പിൾസ് ഹാൻഡ് ആണ്. സോ 1983 പാർലമെൻറ്റ് ഈ പദ്ധതിയിൽ ഒരു മാറ്റം വരുത്തി 2000 ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ആരോഗ്യം, ആ ഒരു തരത്തിലേക്ക് ഈ പദ്ധതിയിൽ മാറ്റം കൊണ്ടുവന്നു. സോ ഇതിൻ്റെ ഭാഗമായിട്ട് വില്ലേജ് ലെവലിൽ 2 ഫങ്ഷണറീസ് കൊണ്ടുവന്നു. അതായത് ഈ ഫങ്ഷൻസ് ഒക്കെ നടപ്പിലാക്കാൻ 2 പോസ്റ്റ്. ഒന്നാമത്തതാണ് ഹെൽത്ത് ഗൈഡ്, രണ്ടാമത്തത് വില്ലേജ് ഡയസ്. സോ ആദ്യം ഹെൽത്ത് ഗൈഡിൻ്റെ ഫംഗ്ഷൻ നോക്കാം നമുക്ക്. സോ ഈ ഹെൽത്ത് ഗൈഡാണ് ഒരു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് വാക്സിനേഷൻ പെർഫോം ചെയ്യുന്നത്, അതേപോലെ ബോധവൽക്കരണം നടത്തുന്നത്. ഇപ്പം വെള്ളം ശുദ്ധീകരിക്കേണ്ടതിനെ പറ്റിയിട്ടുള്ളതും അതേപോലെ ഗാർബേജ് ഡിസ്പോസലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ക്ലാസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം കൊടുക്കുന്നത് ഹെൽത്ത് ഗൈഡാണ്. അപ്പോൾ അടുത്ത ഒരു വില്ലേജിലുള്ള അടുത്തൊരു പോസ്റ്റാണ് ഡയസ് എന്ന് പറയുന്നത്. ഒരു ഫാമിലിയും അതേപോലെ ഹെൽത്ത് വർക്കേഴ്സിൻ്റെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പോസ്റ്റാണ് എന്ത് ഹെൽത്ത് ഡയസ് എന്ന് പറയുന്നത്. സോ ഈ ഡയസ് ആണ് പ്രഗ്നൻറ്റ് ലേഡീസിനെ ടേക്ക് കെയർ ചെയ്യുന്നത്. ടേക്ക് കെയർ മീൻസ് അവർക്ക് ഫോളിക് ആസിഡ്, അയൺ ടാബ്ലറ്റ്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്നതും അവർ ചെക്കപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തുന്നത്, അവരുടെ ഡെലിവറി എവിടെ നിന്നാണ്, ഹോസ്പിറ്റലിൽ നിന്നാണോ എങ്ങനെയാണ് എന്നുള്ളതൊക്കെയും അവരോട് ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന ബോധവൽക്കരണം കൊടുക്കുന്നതൊക്കെയാണ് ഈ ഡയസിൻ്റെ ഡ്യൂട്ടീസ്. നെക്സ്റ്റ് ഹെൽത്ത് ടീം. ഒരു കമ്മ്യൂണിറ്റിയിലെ പോപ്പുലേഷൻ്റെ ഹെൽത്ത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഹെൽത്ത് ടീം. ഇതിൽ കുറേ മെമ്പേഴ്സ് ഉണ്ടാവും. ആദ്യത്തേത് മെഡിക്കൽ ഓഫീസർ. മെഡിക്കൽ ഓഫീസർ ആയിരിക്കും ഈ ഹെൽത്ത് ടീമിൻ്റെ ലീഡർ. അതേപോലെ ബ്ലോക്ക് എക്സ്റ്റൻഷൻ ഓഫീസർ ഉണ്ടാവും, അതേപോലെ നേഴ്സ് ഉണ്ടാവും. ഇവരൊക്കെ ചേർന്ന ഒരു ടീമാണ് ഹെൽത്ത് ടീം. സോ ഈ ഒരു ചാപ്റ്റർ റോൾ ഓഫ് ഹോസ്പിറ്റൽസ് ഇൻ ഹെൽത്ത് കെയർ സർവീസ്, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അതേപോലെ ഹോസ്പിറ്റൽ എന്താണ്, ഇമ്പോർട്ടൻസ് ഓഫ് ഹോസ്പിറ്റൽ, ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ, അതേപോലെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ലെവൽസ്. ദെൻ ആ ലെവൽസിൽ തന്നെ നമ്മൾ 4 ലെവൽ പറഞ്ഞു. നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് റൂറൽ ഹെൽത്ത് സർവീസ്. അതിൻ്റെ അകത്ത് റൂറൽ ഹെൽത്ത് സർവീസിലെ 2 പോസ്റ്റ് ഏതൊക്കെയാണ്? ഹെൽത്ത് ഗൈഡ്, അതേപോലെ ട്രെയിൻഡ് ഡയസ്, പിന്നെ ഹെൽത്ത് ടീം. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. താങ്ക്